ശരി. രേണുക മറ്റൊരു വാർത്ത കൂടി മലപ്പുറത്ത് നിന്നുള്ള വാർത്ത കൂടി രേണുകയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ മധ്യവയസ്കനെ ലഹരി സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേരെ പൊന്നാനി പോലീസ് പിടികൂടിയിട്ടുണ്ട്. പൊന്നാനി സ്വദേശിയായ വെട്ടത്തിങ്കര നവനീത്, കുണ്ടുകടവിൽ അൻസാർ, പ്രായപൂർത്തിയാവാത്ത ഒരു 17കാരൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വീണ്ടും ലഹരിയുടെ അതിൻ്റെ ഒരു പ്രഭാവത്തിലുള്ള അക്രമത്തിൻ്റെ വാർത്ത തന്നെയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇവരെ അറസ്റ്റ് ചെയ്തത് എവിടെ നിന്നാണ്? ഈ പ്രായപൂർത്തിയാവാത്ത 17കാരനെ എങ്ങനെയായിരിക്കും നിയമ നടപടികൾ സ്വീകരിക്കുക? നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതും മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നടന്നൊരു സംഭവം തന്നെയാണ്. ഇന്നലെയാണ് ഏകദേശം ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 3 ഒരു ലഹരി സംഘമാണ് പെട്ടിരിക്കുന്നത്. ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയും അതോടൊപ്പം തന്നെ 2 യുവാക്കളുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. നവനീത, അൻസാർ എന്ന് പറഞ്ഞ 2 യുവാക്കളാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ പിന്നിലും ഒരു ലഹരി മാഫിയ തന്നെയുണ്ട്. നിരവധി തവണ ക്രിമിനൽ കേസുകളിൽ അടക്കം പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ഒരു സ്ഥിരമായി വരുന്ന ഒരു 2 പ്രതികൾ എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിന് നവനീതിന്റെ സഹോദരൻ ഒരു ക്രിമിനൽ കുറ്റമടക്കമുള്ള നിരവധി കേസുകളിലെ ഒരു പ്രതി കൂടിയാണ്. ഇവർ രണ്ടുപേരും ഒരു പെട്ടിക്കടയിലേക്ക് എത്തുകയും സാധനം വാങ്ങി തിരികെ പണം നൽകാത്തതിനെ തുടർന്ന് പെട്ടിക്കടയിലെ ഉടമ പൈസ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ടപ്പോൾ കത്തി വീശി ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പണം വാങ്ങിച്ച സാധനത്തിനുള്ള ഒരു പണം ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ യുവാക്കൾ കത്തി വീശി ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തുടർന്നാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതിൽ പ്രായപൂർത്തിയാകാത്ത ഒരു യുവാവ് കൂടെ പെട്ടിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ആ കുട്ടിയെ ഇപ്പോൾ ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളെല്ലാം ആരംഭിക്കുന്നുണ്ട്. നിരവധി കേസുകളാണ് ഇപ്പോൾ ദിനംപ്രതി ലഹരിയുടെ കാര്യത്തിൽ വരുന്നത്. പല രീതിയിൽ മാതാപിതാക്കൾ ഉപദ്രവിക്കുന്ന കേസുകൾ, അതോടൊപ്പം തന്നെ കത്തി വീശി ഭീഷണിപ്പെടുത്തുക, സാധനം വാങ്ങിച്ച് കടക്കരെ കബളിപ്പിക്കുന്ന രീതിയിലേക്ക് ലഹരി ഇതിൻ്റെ പുറകിൽ ഒരു ശക്തമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഓരോരോ വാർത്തകളും. ദിനംപ്രതി എടുത്തു നോക്കുകയാണെങ്കിൽ ഇതേ സമാനമായ സംഭവം തന്നെയാണ്. താനൂരിലുണ്ടായ സമാനമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലും ഉണ്ടായിരിക്കുന്നത്. അതുല്യ.